ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ സിറ്റിയിലാണെങ്കിൽ പുതിയ റേസൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് കണ്ട് ഇത് നിറച്ചിങ്ങനെ ഒരുപാട് ദൂരം ഇങ്ങനെ കറങ്ങി ചുറ്റി പോകാണ്ട്. സോ അത് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്ക് നമ്മളൊരു കാർ കിട്ടുന്നുണ്ട്. ആ കാർ ഇതാണെന്ന് വെച്ചിട്ട് നമ്മുടെ ഗോൾഡൻ GTR ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സോ ആഗസ്റ്റ് നിന്ന് വീണ് കഴിഞ്ഞാൽ ആളുടെ പണി തീർന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയ അടിപൊളി ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത്. നമ്മുടെ വണ്ടി കവാസക്കിയൊക്കെ നമ്മുടെ വണ്ടി, അതുകൊണ്ട് ഏതൊക്കെ ഒരാളും തോൽപ്പിക്കാൻ പറ്റും. ഞാൻ വെറുതെ പറഞ്ഞിട്ട് ഇത് എൻ്റെ വണ്ടിയല്ല. എൻ്റെ അടുത്തുള്ളതാ ഈ കാണുന്ന സ്പ്ലെൻഡറാണ് എൻ്റെ അടുത്തുള്ള വണ്ടി. എന്ത് പറയാനാ, നമ്മൾ ഭയങ്കര പൂവറായി പോയില്ലേ. കുഴപ്പമില്ല, റേസ് ഒന്ന് ജയിച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ GTR ഇട്ട് പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ റേസ് സ്റ്റാർട്ട് ആവുകയും കുറച്ച് ടൈമുണ്ട്, നമുക്കൊന്ന് കാത്തുക്കാം. റേസൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം പോണത് നമ്മുടെ KTM റൈഡറാട്ടാ. KTM തന്നെ നമ്മുടെ KTM റൈഡറാണ് ആദ്യം കയറി പോണത്. നോക്കി നോക്കണം. ഓക്കെ, നല്ലപോലെ പോകുന്നുണ്ട്. എത്ര വരെ പോകും നോക്കാം. ഓക്കെ, തുടക്കത്തിൽ ഇതൊക്കെ സിമ്പിളാട്ടോ, ഈ കയറ്റൊക്കെ ഇതൊക്കെ സിമ്പിളാണ്. ഓക്കെ, ചാടി അതാ. അയാളിപ്പോൾ വീഴുന്നു. അയാൾ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടത്. ഓക്കെ, ഇതെന്ത് അയാൾ വീലിയൊക്കെ ചെയ്തിട്ട് ഷോ ഇറക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ഓക്കെ, അയാളത് എയറിൽ പൊന്തിയിരിക്കുകയാണ്. ഇയാൾക്ക് നല്ല ഭാഗ്യമുണ്ട് കേട്ടാ, നല്ലപോലെ പോകുന്നുണ്ട്. ഓക്കെ, അതാ ഇതേ കിടക്കണം. അവിടെ ഒരു വളവുണ്ടായിരുന്നു, പക്ഷേ അയാളത് കണ്ടില്ല. കേസ് അപ്പോൾ അടുത്ത് നമ്മുടെ കവാസ്കിയുടെ ആളാട്ടാ. ഇതേ കവാസ്കിയുടെ ആൾ നല്ല കയറി പോകുന്നുണ്ട്. ഇയാൾക്ക് നല്ല സ്കിൽസ് ഉണ്ടാവും, അത് നല്ല പരിചയമുണ്ട് തോന്നുന്നു. നോക്കി നോക്കട്ടെ ഇയാൾ എവിടം വരെ പോകുന്നു നമുക്ക് നോക്കാം. എന്തായാലും ഇനി ഇയാൾ എന്തൊരു എൻഡിൻ്റെ അവിടെ എത്തുമെന്ന് അറിയില്ല. കാരണം ഇയാളെ കണ്ടിട്ട് നമ്മളെ അടിപൊളി റേസറാന്നൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഈ റേസിന് എന്തൊക്കെ സോമനൊക്കെ പറയുന്നത് ഈ കവാസ്കിയുടെ റൈഡറിനൊന്ന് സൂക്ഷിക്കണമെന്ന്. എന്താ അറിയില്ല, അവൻ നല്ല റേസർ അടിപൊളിയാന്നൊക്കെയാണ് കേട്ടത്. എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. പിന്നെ അങ്ങനെ ജയിക്കുമെന്ന് അറിയില്ല. ജയിക്കുകയാണെങ്കിൽ ഗോൾഡൻ GTR രണ്ടുപേർക്കൊന്നും കൊടുക്കില്ല, ഫ്രീ മാച്ച് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ നിന്നാണ് KTM റൈഡർ വീണത്. അയാളതൊക്കെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ വേറെ 2 കണ്ടെയ്നർ കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് ഈസിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. എന്തായാലും റൈഡർ അതിൻ്റെ ഇടയ്ക്ക് കയറി. അയാൾ കയറിയിട്ടുണ്ട്. അങ്ങനെ അയാളത് കടന്നിട്ടാ. ഓക്കെ, ഇവിടെ ഫ്രണ്ടിൽ പിന്നെ എന്തൊക്കെയോ കിടന്ന് കറങ്ങുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇയാളെവിടെ ഇടിച്ച ഇയാളങ്ങനെ അതും കടന്ന്. ഇനി വേറൊരു കണ്ടെയ്നർ അവിടെ കടന്ന് കറങ്ങുന്നുണ്ട്. ഓക്കെ, ഇയാൾ അതും കടന്നു. ഇയാളൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇയാളത് ഇതും ചാടിക്കടന്നു. എൻ്റെ മോനെ, ഇയാളിപ്പോൾ ഏതാണ്ട് പകുതി എത്താറായി റേസിൻ്റെ. ഓക്കെ, ഇയാൾക്ക് സ്പീഡ് കൂടി. ഞാൻ രക്ഷപ്പെട്ടിരുന്നു. വഴിയിലെന്തൊക്കെയോ പോലെ കോണാളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് കയറി ഇങ്ങനെ വണ്ടി ബൗൺസായി പോകും. പിന്നെ ഏതൊരു കണ്ടെയ്നർ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. നോക്കിയൊക്കെ ഇയാൾ അതും ചാടി കിടക്കും. നോക്കട്ടെ, ഈ കണ്ടെയ്നറാണ്ട് വന്ന് വരുന്നതിന് മുമ്പേ അയാൾ ചാടി കയറിയോ. ഇയാൾ അതൊക്കെ തീർത്ത്. ഇയാൾ അടിപൊളി റൈഡറിനെ കേട്ടാ. ഇവൻ പറഞ്ഞ പോലെ തന്നെ സൂക്ഷിക്കണം ഇവനെ. സോമൻ പറഞ്ഞിരുന്നവനെ സൂക്ഷിക്കാൻ. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് അയാൾ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. ഇയാളങ്ങനെ ഇതും ചാടിക്കടന്നു. ഇതാ പോയി. ഇയാൾ സ്റ്റക്ക് ഇതാ പോയി. ഓക്കെ കേസ്, അപ്പോൾ അടുത്തത് എൻ്റെ ടേണാണ്. ഓക്കെ, ഇതിൽ ഞാൻ തോറ്റു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സർപ്രൈസ്, അതായത് ആ GTR ആ ഗിഫ്റ്റ് ആർക്കും കൊടുക്കില്ല. അങ്ങനെ ഈ റേസിൽ എല്ലാവരും തോൽക്കും. പിന്നെ സ്പ്ലെൻഡർ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് എന്നെ കളിയാക്കി കേസ്. സ്വാഭാവികം, അതെന്തായാലും ഉണ്ടാവും. അതൊന്നും എനിക്ക് കുഴപ്പമില്ല കേസ്. ബൈക്കല്ല, സ്കിൽസാണ് പ്രധാനം. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് കുറേ റേസൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും. ടവർ സ്റ്റണ്ട് റേസ്, അങ്ങനെ കുറച്ച് റേസുകളിലൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ ജയിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് തന്നെ അപ്പോഴൊക്കെ എൻ്റെ അടുത്ത് കാര്യം അടിപൊളി ഉണ്ടെന്നില്ലായിരുന്നു. കുറച്ച് പൊട്ട വണ്ടികളൊക്കെ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഇത് ജയിച്ചിരുന്നേ പിന്നെ ഞാൻ റിച്ചാണ് ഗൈസ്, റിച്ച്. ഓക്കെ, അങ്ങനെ പോവാണ്. ഇവിടെ ഒരു കണ്ടെയ്നർ 2 കണ്ടെയ്നർ കിടന്ന് കറങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ പോകണം. ഇത് ഈസിയാണ്. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പോയി. എൻ്റെ ഇവിടെ വേറൊരു കണ്ടെയ്നർ വെർട്ടിക്കലായി കിടന്ന് കറങ്ങുന്നുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് കയറാം. താവുണ്ടാ. ഓക്കെ, ഒരു താവുണ്ട് കേസ്. നമുക്കിത് ഇങ്ങനെ പോവാം. അങ്ങനെ അതും തീർത്തു. പിന്നെ ഇവിടെ ഒരു കണ്ടെയ്നർ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്, അതും തീർത്തു.
ഓക്കെ, ഇനി ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടോ? ഇല്ലല്ലേ. പക്ഷേ ഇവിടേക്ക് കയറ്റണമെങ്കിൽ അത് ചാടിക്കണം. ഓക്കെ, അങ്ങനെ ഞാൻ അവിടെ എത്തി. ഓക്കെ, എത്തിയെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഞാൻ പോവാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ കോണുകളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചാടിച്ചാടിയാണ് പോകുമ്പോൾ വണ്ടി താഴോട്ട് വീഴാൻ സാധ്യത ഉണ്ട്. പക്ഷേ ഒരു വിധത്തിൽ വെട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇവിടെ ഒരു കണ്ടെയ്നർ ഇങ്ങനെ നടന്ന് കറങ്ങുന്നുണ്ട്. നമുക്ക് ഇതും കൊല്ലാണ്ട് പോകും. എനിക്കെന്നെ റേസ് എങ്ങോട്ട് പോകേണ്ടതെന്നറിയില്ല. മുൻപിൽ കാണുന്ന വഴി കൂടെ ഞാൻ പോകും. ജസ്റ്റ് മിസ്, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ നേരെ കാണുന്ന വഴി കൂടെയാണ് പോണത്. ഇപ്പോഴത്തെ നേരെയാണ് പോകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരെ പോകുന്നതിനെ തീരുമാനിച്ചു. അതെന്താ ഇവിടെ ഗ്യാപ്പൊന്നുമില്ലേ? ഞങ്ങൾക്ക് എന്തെങ്കിലും കണ്ടെയ്നർ ഇവിടെ എത്തിയിട്ട് പോവാം. ഓക്കെ, സ്ട്രൈറ്റ് ആയി. വേഗം വിട്ടോ. അങ്ങനെ ചാടിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ പതുക്കെ പോയാൽ മതി. കാരണം ഇവിടെ ഇപ്പോൾ കാര്യമായിട്ട് ചാടിക്കാനൊന്നുമില്ല. ചാടിക്കാനുള്ളപ്പോൾ നമ്മൾ സ്പീഡ് പോകണം. നല്ല ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ. കാരണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ വീണ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇവിടെ 2 ചുമരൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ നിലത്തെന്താ ഹമ്പ് പോലെ. ഓക്കെ, ഹമ്പ്. ഈ ചുമര എല്ലാ സൈഡിലും വയ്ക്കുകയാണെങ്കിൽ പിന്നെ ആരും വീഴില്ല. അത് പിന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും ഔട്ടാവില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഒരു ഫുള്ള് വെച്ചിട്ടില്ല. പിന്നെ അവിടെ നിന്നെ വെച്ചത് മനസ്സിലായിട്ടില്ല. ഇനി ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്ക് പോകണം. ഇവിടെ നാട് ഗ്യാപ്പ് ഉണ്ടോ? ഇല്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇത് നമ്മൾ തുടങ്ങിയ സ്ഥലമല്ലേ ഇവിടെ നിന്ന്. ഓക്കെ, നമുക്കിത് ഇവിടെ നിന്നാണ്ട് കയറ്റാം. ഇവിടെ നടുവിലൊരു മഞ്ഞ കളറിൽ കണ്ടെയ്നർ. നോക്കി ഈ ബിൽഡിങ്ങിലോട്ട് നമുക്ക് എത്തണം. നമ്മളെത്തി. എൻ്റെ ഇവിടെ നിന്ന് ഈ കാണുന്ന ചുവപ്പ് വഴി ഇവിടെ കുടഞ്ഞ് പോകണം. ഈ റേസിന് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ. ഇവിടെ കറങ്ങി അടിച്ചൊക്കെ പോവാണ്ട്. ഇതായി കണ്ട അവിടെയൊക്കെ നമ്മൾ കറങ്ങി തിരിഞ്ഞിങ്ങനെ പോകണം. അവിടെ റേസ് ഇപ്പോൾ ഏതാണ്ട് തീരാറായിക്കണേ. അതുകൊണ്ട് ഇനി നമുക്ക് ജയിക്കുന്നതിനെ തീരുമാനിക്കാം. അവിടെ കളിയാക്കന്മാരൊക്കെ അമ്മമാരൊന്ന് കാണണമായിരുന്നു. ഓക്കെ, അവിടെ കോണം മേടിച്ചിട്ടാ. എന്തിനാ അവിടെ കോണം കൊണ്ടുവച്ചിരിക്കുന്നത്? എന്തായാലും വീഴാറില്ലേ. ഓക്കെ, അങ്ങനത്തെ ഇവിടെ നമ്മളിപ്പോൾ വീഴേണ്ടായിരുന്നു. ഓക്കെ, നമ്മളിതാ ഈ ഒരു ബിൽഡിങ് റൗണ്ട് അടിച്ചിട്ട് ഒന്നാണ് പോയി കഴിഞ്ഞാൽ നമ്മുടെ റേസ് അങ്ങനെ ടയർ ഗ്യാപ്പിൻ്റെ ഇടയിൽ പോയി. ഇപ്പോൾ വീണിരുന്നു. ഇവിടെ നിന്നൊക്കെ തോക്കാറുണ്ടെങ്കിൽ അത്രയും അൺലക്കി. കാരണം എത്താറായതാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിച്ച്. ഇനി കുറച്ചും കൂടി ഉള്ളൂ. ഓക്കെ, നമ്മുടെ റേസ് അങ്ങനെ ക്ലിയറായിരിക്കുകയാണ്. നമുക്ക് പോയി നോക്കാം. നമ്മുടെ റേസ് ഇവിടെ എവിടെയായിട്ട് അതാ കാണുന്ന വീട്. അവിടെയാണ് നമ്മുടെ റേസ് ഫിനിഷിങ്. ഈ ആകാശത്തുള്ള വീട്. അതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ഗോൾഡൻ GTR ഉണ്ടാവും ഗൈസ്. നമുക്ക് ആ വീട്ടിൻ്റെ അകത്തോട്ട് പോകാൻ നോക്കിയത്. ഇവിടെ വഴിയൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ അകത്തോട്ടങ്ങ് പോവാം. ഓക്കെ, ഞാൻ അവിടെ എത്തിയിട്ടാ. ഇതാണ് നമ്മുടെ ഗോൾഡൻ GTR. ഇത് ആരുടെയോ വീടാണ്. ഇപ്പോൾ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. അത് ഇവന്മാരെന്നെ കൊണ്ടുവന്ന് തരും. നമുക്കിപ്പോൾ കാറെടുത്ത് വീട്ടിലോട്ട് പോകാനാണ് അവർ പറഞ്ഞത്. ബൈക്ക് അവർ വീട്ടിലേക്ക് എത്തിച്ചു തരും. ഓക്കെ, ഈ GTR ഗോൾഡൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അച്ഛനും കയറിയൊക്കെ എൻ്റെ മോനെ സീന്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഞമ്മളിങ്ങനെ താറ്റിക്കിറക്കുക. പക്ഷേ ഇതൊന്ന് ഓടിച്ചോണ്ടാണെന്ന് തോന്നുന്നു. അയ്യോ, പണി കിട്ടിയല്ലോ. എന്നെ ഓടിച്ച് താറ്റിക്കിറക്കണം.